പുനർജീവൻ ഭരതമല ആശ്രമത്തിൽ കാട്ടിലുള്ള ഈ മണ്ണിട്ട വഴിയിലൂടെ ഒരു പുനർജീവൻ, ഒരു ഉത്ഥാനം, അതാണ് പുനർജീവൻ്റെ. ശരീരം തളർന്നിട്ട് മനസ്സ് തളരാത്ത മക്കളുടെ, അന്ധതയിലും കാഴ്ചയുള്ളവരെ പോലെ ആയിരിക്കുന്ന സന്തോഷിക്കുന്ന മക്കളുടെ കൂട്ടായ്മയുടെ പ്രത്യേകത. ഈ വർഷം 50 നോയമ്പിൽ 50 ദിവസവും ഈ കുരിശിൻ്റെ വഴി പരിത്യാഗ ശുശ്രൂഷ നടക്കുകയാണ്. അതിൻ്റെ പെസക ചൊവ്വാഴ്ച നമ്മൾ 500ഓളം മക്കൾ ഒരുമിച്ച് കൂടെ പട്ടത്തച്ഛൻ്റെയും ടോണി പിതാവിൻ്റെയും അലക്സാണ്ടർ അച്ഛൻ്റെയും ഇടവകേരച്ചൻ്റെ സാന്നിധ്യത്തിലും സമൂഹത്തോടെയും മറ്റു പുറവൈദികളുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ സഹന വഴിയിലൂടെ തീർത്ഥയാത്ര എന്നാണ് ഈ യാത്രയുടെ പ്രത്യേകത. യേശുവിൻ്റെ പെസക വ്യാഴം മുതൽ ദുഃഖവേണ്ടി കുരിശിൽ കയറുന്നത് വരെയുള്ള സഹനങ്ങളുടെ പശ്ചാത്തലങ്ങളാണ് ഈ കുഞ്ഞുമക്കൾ, അതുപോലെ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന 40 സഹനങ്ങൾ ചേർത്ത് വെച്ച സഹനങ്ങളുടെ പശ്ചാത്തലത്തോടു കൂടിയാണ് ഈ സഹന വഴിയിലൂടെയുള്ള ഈ തീർത്ഥയാത്ര. നമ്മൾ ശരീരം തളർന്നിട്ട് മനസ്സ് തളരാത്തയും കണ്ടു കാഴ്ചയുള്ളവരെക്കാളും ഒപ്പം ഇതിനോടനുബന്ധപ്പെട്ട എല്ലാ ആത്മീയ ചൈതന്യമുള്ളവരും ഇതിനോടൊപ്പം ഈ യാത്ര തുടരുകയാണ്. ഈ കുരിശിൻ്റെ വഴി ഇവിടുന്ന് ഇപ്പോൾ ആരംഭിക്കുമ്പോൾ 14 സ്ഥലം കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. തങ്ങളുടെ സഹനത്തിനേക്കാൾ അഭിമാനത്തോടുകൂടി സന്തോഷിക്കുന്നത് യേശുവിനോട് ചേർന്നിരുന്ന് ഈ ശുശ്രൂഷകളിലൂടെ പങ്കെടുക്കുമ്പോഴാണ്. നമ്മൾ പ്രാചിത്വത്തോടെ, പരിത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തെ എപ്പോഴൊക്കെ ക്രമപ്പെടുത്തുന്നു, അതാണ് യഥാർത്ഥത്തിൽ 50 നോയമ്പ് കഴിഞ്ഞിട്ടുള്ള ഉത്ഥാനം. നമ്മുടെ ജീവിതത്തിലും ഒരു പൗലോസിന് സാവൂളിൽ നിന്ന് പൗലോസായതുപോലെ, ശിമയോനിൽ നിന്ന് പത്രോസായതുപോലെ ഒരു പുനർജീവൻ, അതാണ് 50 നോയമ്പിലെ നമ്മൾക്കുള്ള പ്രത്യാശ. നമ്മൾ അനുദിന ജീവിതവും 50 നോയമ്പിൽ മാത്രം ഒതുങ്ങാതെ അനുദിന ജീവിതവും ഒരുക്കമുള്ള മക്കളായി ജീവിക്കുവാനായിട്ട്, നമ്മളിലൂടെ മറ്റുള്ളവരുടെ സഹനങ്ങൾക്ക് ആശ്വാസമായിട്ട് ഒരു അനുഗ്രഹമായി മാറുവാൻ പുനർജീവൻ ദാ നിങ്ങളോടൊപ്പം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ മാത്യു സേട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദൈവകാരുണ്യ പ്രവർത്തനമായ പുനർജീവൻ്റെ ഈ വിശുദ്ധ വാരത്തിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒത്തിരിയേറെ കൃപകൾ നിറഞ്ഞ സമയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളാണ് ധ്യാനിക്കുന്നത്. ഈ സഹോദരങ്ങൾ ശാരീരികമായി വിവിധങ്ങളായിട്ടുള്ള സഹനങ്ങളിലൂടെ കടന്നു യേശുവിനോടൊപ്പം സഹിക്കുന്നു. അത് രക്ഷാകരമായി തീരുന്നു എന്നുള്ള ആ വലിയ ധ്യാനാനുഭവം നമുക്ക് ലഭിക്കുകയാണ്. ഈ വലിയ ആഴ്ചയിൽ കർത്താവിൻ്റെ പീഡാനുഭവ സഹന മരണങ്ങളോട് ചേർത്ത് ഇവരുടെ സഹനങ്ങൾ വയ്ക്കാതെ നമ്മുടേതായ ഒരു കൈത്താങ്ങായിട്ട് അവർക്ക് മാറാനും സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭരതമലയിലെ ഈ പവിത്രാത്മാ ശാന്തി ആശ്രമം അനേകം ഇത്തരത്തിലുള്ളവർക്ക് വലിയ ആശ്വാസമായി തീരട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും. ജീവിതത്തിലെല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആരുമില്ല, ആരുടെ അല്ല, ആർക്കും വേണ്ട ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് ശരീരം തളർന്ന് ഭൂമിയിൽ 2 കാല് കുത്തി നടക്കാൻ ശേഷിയില്ലാത്ത, സൂര്യപ്രകാശം കാണാൻ കണ്ണില്ലാത്ത ഈ ഒരു പറ്റം മനുഷ്യരെ ചേർത്ത് പിടിക്കണമെങ്കിൽ സാധാരണ മനുഷ്യ ചങ്കുകൊണ്ട് സാധ്യമല്ല. ഇന്ന് പുനർജീവനിൽ കണ്ട അത്ഭുതം, ഏകദേശം 400ഓളം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ മക്കൾ ഒരുമിച്ചുള്ള ബലി, കുരിശിൻ്റെ വഴി, അവരോടൊപ്പം ഭക്ഷണം, ഇത് മുഴുവൻ ഞാൻ ഇന്നലെ നമ്മുടെ മാത്യു അപ്പച്ചനെ കാണാനായിട്ട് വന്നപ്പം ഒരു നിസ്സഹായതയോടുകൂടി ഈ മുഖത്തേക്ക് ഞാൻ നോക്കി. 400 പേർക്കുള്ള അരി, 400 പേർക്കുള്ള അപ്പം, ഇവരെവിടെ ഇരുത്തും? എന്നെ ചൂണ്ടിക്കാണിച്ചു ഒരു ചാപ്പലിലേക്ക്. അവിടെ ഇരിപ്പുണ്ട്, ഇതിൻ്റെ മുഴുവൻ ഉറവയുമായവൻ അവിടെ ഇരിപ്പുണ്ട്. അവിടുത്തെ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി എടുത്താൽ അച്ഛൻ ഒന്നും അറിയേണ്ട, നാളെ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വന്നപ്പം എല്ലാ ശുഭം. ഞാൻ തടവറയായിട്ട് എനിക്കൊരു ബന്ധമുള്ളൊരു അച്ഛനാണ്. തടവറയിൽ വെച്ച് എന്നോട് ഒരു തെറ്റും ചെയ്യാതെ 8 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ റിലീസായപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ചോ ശരീരം തളർന്നച്ചോ, മനസ്സ് തളർന്നില്ല അച്ചോ എന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ ഈ പ്രത്യേകിച്ച് നടക്കാൻ ശേഷിയില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും 2 കാല് കുത്തി നടന്നിട്ടില്ലാത്ത ഈ മക്കളുടെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പഠിച്ച ഒരു പാഠം ഇതാണ്. ഇവരെ ഒറ്റയ്ക്കിരുത്തി സംസാരിച്ചാൽ, പലരും പറഞ്ഞിട്ടുണ്ട്, ആ ഇലക്ട്രിക് വയറെ കൈയൊന്ന് മുറുകെ പിടിച്ച് ജീവിതം തീർത്താ കൊള്ളാമെന്ന് തോന്നിയ കാലമുണ്ട് അച്ചോ. ഒരു ബ്ലേഡിന്റെ കഷ്ണം കിട്ടിയാൽ മതി അച്ചോ, മെയിൻ ഞരമ്പ് മുറിക്കാൻ തോന്നിപ്പോയിട്ടുണ്ട് അച്ചോ.
ഇവിടെ വരുമ്പോൾ 400 പേരും പുഞ്ചിരിക്കുന്നു, ചിരിക്കുന്നു. ഇനി ഇവർ തിരിച്ചവരുടെ ആ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക്, പണക്കാരനായാലും കൊള്ളാം, പാവപ്പെട്ടവനായാലും കൊള്ളാം, വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവരുടെ മാനസിക അവസ്ഥ നമ്മൾ ആരും ചിന്തിക്കാത്തതാണ്. അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയ അമ്മയ്ക്കോ ജന്മം കൊടുത്ത അപ്പനോ കൂടപ്പിറപ്പുകൾക്കോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കരങ്ങൾക്ക്, ഈ ചങ്കിന് അല്ല, എൻ്റെ പ്രിയപ്പെട്ട ചാക്കപ്പന് തമ്പുരാനിൽ നിന്ന് ശക്തി എടുക്കാതെ സാധ്യമല്ല. കർത്താവ് എടുത്ത കുരിശ് തോളിൽ വെച്ചത് ഷോയല്ല, ഇത് റിയലാണെന്ന് കഴിഞ്ഞ 10-12 കൊല്ലത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് സാധിച്ചു. അതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം, വിഷമിക്കരുത്, ആ പാദത്തിൽ ഒരു ചുംബനം തരാൻ ആഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യാത്രയിൽ ഇനിയും ഞങ്ങൾ കൂടെ ഉണ്ട്. ഈശോമിശിഹായ്ക്ക് ക്രിസ്തുലോൺ. ഈശ്വര ഈ പീഡാസഹനത്തിൻ്റെ ഈ അനുഭവത്തെ ഈ സമയത്ത്, അതായത് നൊയമ്പ് കാലത്ത് ഫുള്ളായിട്ട് നമ്മളും പരിത്യാഗ ശുശ്രൂഷകളാണ് കൂടുതലും ഏറ്റെടുക്കുക. ഈ പരിത്യാഗ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ള ഒരു ഈശോ കടന്നു വരുന്നൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക. ഞങ്ങൾക്ക് മലയാറ്റൂർ മലയും പിന്നെ കനകമലയും നമുക്ക് കയറാൻ അങ്ങോട്ട് പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യുന്ന പരിത്യാഗ ശുശ്രൂഷയാണ് ഈ ഒരു കുരിശിൻ്റെ പാത എന്ന് പറയും. അതായത് നമ്മളിവിടുന്ന് സെൻറ്റ് തോമസ് കപ്പോളാര അവിടെ നിന്ന് ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴി ശരിക്കൊരു മലയാറ്റൂർ മല കയറുന്ന പോലെ തന്നെയാണ് ഈശോയുടെ അനുഭവത്തോടു കൂടി. അതായത് പരിത്യാഗ ശുശ്രൂഷയിൽ ഈശോ എങ്ങനെയാണ് കുരിശ് വായിച്ചത്, അതായത് ഞങ്ങളുടെ അപ്പൻ മാത്യുസ് ബ്രദർ കുരിശ് വായിച്ച് പരിത്യാഗ ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഈ സഹനത്തിലൂടെ കർത്താവിൻ്റെ കൃപയാൽ ജീവിക്കുന്ന മക്കളാണ് ഞങ്ങൾ. ആ കൃപയിലൂടെ നമുക്ക് നിത്യജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിത്യാഗ ശുശ്രൂഷ, ഈ കുരിശിൻ്റെ വഴി ഭാഗമാകാൻ സാധിച്ചാൽ തന്നെ നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. കാരണം അനേകം മക്കൾ ഇപ്പോൾ ഇതിലൂടെ, അതായത് ഈ കുരിശിൻ്റെ വഴിയിൽ പരിത്യാഗ ശുശ്രൂഷയിലൂടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ള വലിയൊരു അത്ഭുതങ്ങളാണ്. ശരിക്കും സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കുരിശിൻ്റെ വഴി, ഈ പാത നമ്മൾ കാഴ്ചവെക്കുന്നത്. നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ എനിക്കായാലും അതായത് മറ്റുള്ള ആൾക്കാർക്കായാലും ഇപ്പോൾ ഒരുപാട് മക്കളെ കുടുംബങ്ങൾക്കായാലും അത്ഭുതങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതായത് ശരിക്കും ഓരോരുത്തരിലൂടെ അറിയാൻ പറ്റും. ഇതാണ് ശരിക്കും ഈ കുരിശിൻ്റെ ഈ പാതയിലൂടെ നമുക്ക് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ മൂല്യം അതാണ്. ശരിക്കും ഈ പുനർജീവനിൽ നടക്കുന്ന ഓരോ പ്രാർത്ഥനയിലും ഈ കുരിശിൻ്റെ വഴിയുടെ പാതയും ശരിക്കും ഒരു മൂല്യം, ഈ പ്രാർത്ഥനയുടെ മൂല്യമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കുരിശിൻ്റെ വഴിയിൽ, ഈ പരിത്യാഗ ശുശ്രൂഷയിൽ ഞങ്ങൾ നിങ്ങൾക്കും വേണ്ടി, നിങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി, ദമ്പതിമാർക്ക് വേണ്ടി, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, ഓരോ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ, ഈ പരിത്യാഗ ശുശ്രൂഷയിൽ ഞങ്ങൾ കാഴ്ചവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ, നിന്റെ കുരിശിൻ്റെ വഴിയിലൂടെ ഞാനും വരാം. ത്യാഗങ്ങൾ സഹിക്കാൻ, നിനക്കു വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറായി വരുന്നു. നിന്റെ കുരിശന്റെ ആശ്രയം. ഈശോ, നിന്റെ കുരിശിന്റെ വഴിയിലൂടെ ഞാനും വരാം. ത്യാഗങ്ങൾ സഹിക്കാൻ, നിനക്കു വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറായി വരുന്നു. നിന്റെ കുരിശന്റെ ആശ്രയം.